മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ സമസ്ത യുവജന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. PMA സലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയെന്ന് വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുടെ ഭാഗമായാണ് PMA സലാം ലീഗ് ജനറൽ സെക്രട്ടറി ആകുന്നത്. ലീഗിനെയും സമസ്തയെയും ഭിന്നിപ്പിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. പ്രതികരണം ഒന്ന് കേട്ടുവരാം. PMA സലാം മുസ്ലിം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എങ്ങനെത്തി? യോജിക്കുന്ന സമയത്ത് ഇതേ ജമാഅത്തിന്റെ ചരട് വലികളും ഭംഗിയായി നടന്നിട്ടുണ്ട്. അവരാണ് നമ്മളെ പഴക്കാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി വളരെ തന്ത്രപരമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി, മുസ്ലിം ലീഗിനും സമസ്തക്കടയിലും വിള്ളലുണ്ടാക്കി, സമസ്തക്കും പാണക്കാട് തങ്ങന്മാർക്കിടയിൽ വിള്ളലുണ്ടാക്കി, അവരെ ഭിന്നിപ്പിച്ച് അവർക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന് കരുവാവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ പ്രവണത. ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാൻ നമ്മൾ വളരെ വൈകിപ്പോയിട്ടുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, ലീഗ് നേതൃത്വത്തിൽ പ്രത്യേകിച്ച് PMA സലാമിനെതിരെ ആഞ്ഞടിക്കുകയാണല്ലോ ഹമീദ് ഫൈസി അമ്പലക്കടവ്. എന്താണ് ഈ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലം? ലീഗിൽ ജമാഅത്തെ പിടിമുറക്കുന്നു, SDP-യുമായുള്ള ബന്ധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇടത് വ്യാഖ്യാനങ്ങൾക്ക് ശക്തി പകരുന്നതാണോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഈ ലീഗ് വിരുദ്ധ വിഭാഗം PMA സലാമിനെ പുറത്താക്കണം എന്നൊരാവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഉമർ ഫൈസി മുഖം അത് പരസ്യമായി പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ ആവർത്തിച്ചുള്ള വിമർശനമാണ് ഇപ്പോൾ PMA സലാമിനെതിരെ ഉണ്ടാവുന്നത്. PMA സലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരടുവലിയും അജണ്ടയുമാണ് PMA സലാമിനെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗിനെയും സമസ്തയും തമ്മിൽ പിണക്കാൻ ശ്രമിക്കുന്നത്, ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട ലീഗിനകത്ത് നടപ്പാക്കപ്പെടുന്നുവെന്നും ലീഗിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നുമുള്ള ലീഗ് വിരുദ്ധ ഗ്രൂപ്പിന്റെ സമസ്തയിലെ അഭിപ്രായം വീണ്ടും ആവർത്തിച്ച് ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അടുക്കുന്നു എന്നൊരു ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ ലീഗ് മാറ്റം വരുത്തുകയും അയവ് വരുത്തുകയും ചെയ്യുന്നു എന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു വിമർശനത്തെ വായിക്കേണ്ടത്.